വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു ഇലയുടെ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇലയുടെ ഞാൻ 2 രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഇലയുടെയിലുള്ള ഫില്ലിങ്സിൽ മാത്രം വ്യത്യാസം. അപ്പോൾ ഫില്ലിങ്സിൽ ശർക്കര ചേർത്തിട്ടുള്ള ഫില്ലിങ്സ് വെച്ചിട്ടുള്ള ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പഞ്ചസാരയും ചേർത്തിട്ടുള്ള ഫില്ലിങ്സ് വെച്ചിട്ടുള്ള ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലയുടെ കളറ് വെള്ള കളറല്ല, നല്ല നീല കളറുള്ള ഇലയുടെയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നീല കളറ് കാണുമ്പോൾ കളർ ചേർത്താന്ന് കരുതണ്ട. ഇത് കളറൊന്നും ചേർത്തിട്ടില്ല, ആർട്ടിഫിഷ്യൽ കളറൊന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് ചേർത്തിട്ട് നീല കളറാക്കിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നീല കളർ ഇലയുടെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഞാൻ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് നീല കളറിലുള്ള ഇലയട എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ പേരുകൾ വല്ലതും കിട്ടുകയാണെങ്കിൽ അതൊന്ന് കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം നീല കളറുള്ള ഇലയട. നമുക്ക് ആദ്യം വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു നീല കളർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നീല കളർ ഇത് തിളയ്ക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഈ ഒരു പൂവ് ഇതിൽ ചേർക്കുമ്പോഴാണ് നീല കളറായിട്ട് വരുന്നത്. ഇതെന്താ പൂവെന്ന് മനസ്സിലായോ? ഇതാണ് ശംഖുപുഷ്പം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ശംഖുപുഷ്പം ഇടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ തിളച്ച് വരുന്നതനുസരിച്ച് ഇതിൻ്റെ കളർ ഇങ്ങനെ മാറുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു നീല ഇലയുടെ രഹസ്യം. അപ്പോൾ ഇതാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നീല കളറുള്ള ഈ വെള്ളമാണ് നമ്മളിതിൽ മാവിലൊക്കെ ഇനി കുഴയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. കാരണം നമുക്ക് പൂവിൻ്റെ ആവശ്യമില്ല, പൂവ് നമുക്ക് കളയാം. നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അരിപ്പൊടിയിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ ആ നീല കളറുള്ള വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് തന്നെ സ്പൂണും കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. ഒരുമിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ മാവ് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. കാരണം ഇപ്പം എന്താ നമുക്ക് കുഴയ്ക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ ഒരു 5 മിനിറ്റ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒരുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് വെള്ളം ഇട്ട് കൊടുക്കാം. ഇത് ബെല്ലൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് അരിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നല്ല ബെല്ലാണ്. ഇതിൽ കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതിൽ അരിക്കുന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. ജീരകം ഞാനിവിടെ പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്, പൊടിച്ചും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫില്ലിങ്.
മാവ് ലേശം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് ചൂടാറാൻ നിൽക്കരുത്, ചെറിയൊരു ചൂടോടെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം കേട്ടോ. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ. ഇനി നമുക്കിത് ഇലയുടെ ആക്കണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇലയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്യാം. നമ്മളൊരു ബോൾ എടുത്ത് നന്നായിട്ട് ഇതുപോലെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒരേ ലെവലിൽ കേട്ടോ. ഒരു സൈഡ് കട്ടി കൂടുതൽ ഒരു സൈഡ് കട്ടി കുറവ് അങ്ങനെയല്ല, എല്ലായിടത്തും ഒരേ ലെവലിൽ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് വെച്ച് തന്നെ പ്രസ് ചെയ്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കര കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് മടക്കുക. ഇനി പഞ്ചസാരയുള്ള ഫില്ലിങ് കൂടി കാണിച്ചിട്ടുണ്ട്. പഞ്ചസാരയുള്ള ഫില്ലിങ്ങിൽ തേങ്ങയിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കുറച്ച് നല്ല ജീരകവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര ഇട്ടിട്ടുള്ള ഫില്ലിങ് റെഡി. അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 ഫില്ലിങ്ങിലുള്ള ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ സ്റ്റീമിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്, ഓട്ടോ ഇട്ടിട്ടുള്ള പാത്രം. അതിലേക്കിതാ ഇലയുടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് സ്റ്റീം ചെയ്യാം. ഫിഫ്റ്റീൻ ടു 20 മിനിറ്റ്സ് ഒക്കെ മതിയാവും കേട്ടോ. അതിനുള്ളിൽ തന്നെ കുക്കായിക്കോളും. അപ്പോൾ നമ്മുടെ ഇലയുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മൂടി തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ്. വാഴയിലയുടെ മണവും പിന്നെ നമ്മുടെ ഫില്ലിങ്സും. നമ്മൾ വാഴയില വെച്ചിട്ട് എന്തുണ്ടാക്കുമ്പോഴും ഒരു പ്രത്യേക ഒരു മണം തന്നെയാണല്ലോ. അപ്പോൾ ഞാനത് ചൂടാറിയിട്ട് പാത്രത്തിലിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനത് 2 ടൈപ്പ് ഇലയുടെ എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പഞ്ചസാര ചേർത്തിട്ടുള്ള ഫില്ലിംഗ് ഉള്ള ഇലയുടെയും മറ്റത് വെള്ളം ചേർത്തിട്ടുള്ള ഇലയുടെയും. അപ്പോൾ ഞാൻ 2ഉം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ചൂടുണ്ട്, കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് ഞാൻ പൊട്ടിച്ചിട്ടുള്ളത്, ചൂടുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തത് വെള്ളം വെച്ചിട്ടുള്ള ഇലയുടെയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നീല കളർ ഇലയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയല്ലേ. സെയിം റെസിപ്പി തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിവിടെ ഒരു കളർ ചേർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശംഖുപുഷ്പം ഒന്ന് നന്നായി തിളപ്പിച്ച് ആ വെള്ളമാണ് നമ്മളിവിടെ മാവ് കുഴയ്ക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു ഗുണങ്ങളും നമുക്കിതിൽ കിട്ടും. ശംഖുപുഷ്പം ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്ലവറും കൂടിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടായി. വളരെ ഹെൽത്തി എന്നൊന്നും പറയില്ല, കാരണം അതിൽ മധുരം യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഹെൽത്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ മധുരം ഉള്ളത് കഴിക്കാൻ തോന്നുമ്പോൾ ഇലയുടെ ഒക്കെ ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ കളറും കൂടി ചേർക്കാനുള്ള രീതിയിൽ ചേർത്തിട്ട് നിങ്ങൾ ഇലയുടെ തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണേ. എങ്കിലല്ലേ ഞാൻ അറിയുള്ളൂ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ നിങ്ങളെന്തായാലും കമൻസിൽ പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പിസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.